നമ്മൾ ടെക്നോളജി എന്ന് പറഞ്ഞ പോലെ ടെക്നോളജി ഇല്ല, ടെക്നോളജി മാറ്റി പറയാൻ പറ്റും. നാളെ ഇലക്ഷനൊക്കെ വരാൻ പോണേ, നമുക്ക് അതിനെ കുറിച്ചൊന്ന് സംസാരിച്ചാലോ? അതിപ്പോ എന്താ ഇപ്പൊ ഏത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഏതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ളത്? അതറിയില്ല. SSL 8ാം സർട്ടിഫിക്കറ്റ് അധികാരം ജനങ്ങൾക്ക് എന്നുള്ള ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇതൊക്കെ. അതാരും നടത്തുന്നത്? അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പോഴത്തെ സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ എന്നൊക്കെ അറിയിട്ടുണ്ട്. അയാളാരാ? അദ്ദേഹമാണ് ഇപ്പോഴത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പിന്റെ കമ്മീഷൻ. എത്രാമത്തെ? 26ാമത്തെ. ആദ്യത്തേതാ? നമ്മളല്ലേ സുകുമാർ സെൻ. നിന്റെ വീട്ടിലെ എല്ലാരും വോട്ട് ചെയ്യുന്നുണ്ടാവും? ഉണ്ടല്ലോ. ഭരണഘടനാ അവകാശമാണോ നിയമപരമായ അവകാശമാണോ? നിയമപരമായ അവകാശം. ഈ മലയാളിയായ തെരഞ്ഞെടുപ്പിന്റെ കമ്മീഷൻ ആരായിരുന്നു? PM ശശി. ഈ പോളിംഗൊക്കെ എത്ര മണിക്കാ തുടങ്ങുന്നു? 7 മണി. പോളിംഗ് അവസാനിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പാണ് പരസ്യപ്രചരണം നിർത്തുന്നത്? 48 മണിക്കൂർ മുമ്പ്. ആരംഭിക്കുന്നതിന് 36 മണിക്കൂർ മുമ്പ്. ഈ വോട്ടിന്റെയും ഇലക്ഷന്റെയും ഈ കുറിച്ചുള്ള ഈ പഠനത്തിന്റെ പേരെന്താ? അതെന്തൊരു ജി അല്ലേ? നമ്മൾ ടെക്നോളജി എന്ന് പറഞ്ഞ പോലെ. ടെക്നോളജി ഇല്ല, ടെക്നോളജി മാറ്റി പറയാൻ പറ്റും. ടെക്നോളജി. സ്ഥാനാർത്ഥി അങ്ങനെ കുറഞ്ഞ പ്രായത്തിലറിയോ? 18 അല്ല 21. അപ്പൊ 18 എന്തിനാ? 18 വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായമാണ്. തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നതിനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. നന്ദി, നമസ്കാരം.